സ്കൂളുകളൊക്കെ തുറന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ശനി ഞായർ മാത്രമാണ് ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ എടുക്കാനുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ കുട്ടികൾ സ്കൂളിൽ പോകും, പിന്നെ ട്യൂഷനായി അവരവരുടേതായിട്ടുള്ള തിരക്കുകൾ. എനിക്ക് കോളേജൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇനി കോളേജിൽ അഡ്മിഷനൊക്കെ ആയി വരാൻ സമയമുള്ളത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഈ സാറ്റർഡേ സൺഡേ ഒക്കെയാണ്. രാവിലത്തെ ക്ലാസ്സൊക്കെ എടുത്തിട്ട് ഉച്ചയായപ്പോഴാണ് അത് സമയം പോയിട്ടാണ് കേട്ടോ ഞാൻ പോയത്. എനിക്ക് 1 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1:15 ആകുമ്പോൾ ഇറങ്ങിയാലാണ് ഞാൻ കറക്റ്റ് ഒരു 2 മണിയാകുമ്പോൾ എനിക്ക് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാറുള്ളൂ. പക്ഷേ ഇത് ഞാൻ ഇറങ്ങിയപ്പോൾ ലേറ്റായി, 1:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. എനിക്കെന്നിട്ട് വണ്ടിയും കിട്ടിയില്ല. ഞാൻ ഒരു തരത്തിലാണ് 2 മണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 2:10 ഞാൻ ക്ലാസ്സിൽ ചെന്നത്. അവധിക്കാലത്തെ എല്ലാ ദിവസവും എന്ന പോലെ നമ്മൾ ക്ലാസ് ഇങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ സ്കൂൾ തുറന്ന് കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴേക്കും സാറ്റർഡേ സൺഡേ മാത്രമാണല്ലോ അവർ ഫ്രീ ആയിട്ടുള്ളത്. കുട്ടികൾ ചെയ്ത് ടയേർഡാവുന്ന ഒരു സമയം വരുമ്പോഴേക്കും നമ്മളിങ്ങനെ തിയറി പാർട്ട് പഠിക്കാനായിട്ടാണ് ഞാൻ അവർക്ക് സമയം കൊടുക്കുക. അപ്പം അവർക്കും ഒരു മടുപ്പ് തോന്നത്തില്ല, ക്ലാസ്സുകൾ നടന്നു പോവുകയും ചെയ്യും. നമുക്കൊരു ബ്രേക്ക് ഇടയ്ക്ക് വരത്തുമില്ല, ഒരു ലാഗ് അടിച്ചൊരു ബ്രേക്കൊന്നും വരത്തുമില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് താളം പഠിക്കുക, അല്ലെങ്കിൽ തിയറിപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. അങ്ങനെ 2 ക്ലാസ് കഴിഞ്ഞു. രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു, ഉച്ച കഴിഞ്ഞുണ്ടായിരുന്നു. അത് രണ്ടും കഴിഞ്ഞു. ഇനി വീട്ടിൽ ചെന്നിട്ട് ഈവനിങ് ക്ലാസ് ഉണ്ട് 6 മണിക്ക്. ഇനി അത് എടുക്കണം. 2 കുട്ടികളാണ് വരുന്നത്, അപ്പോൾ അവളുമാർക്ക് എടുക്കണം. ഇപ്പോൾ എനിക്ക് വണ്ടി വരും, ഞാനിവിടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ക്ലാസ് കഴിഞ്ഞിട്ട് ഓട്ടോ നോക്കി കുറച്ചധികം നേരം അവിടെ നിന്നു. പക്ഷേ ഓട്ടോ ഒന്നും കിട്ടിയില്ല. ഞാൻ വിളിച്ച ഓട്ടോയും കിട്ടിയില്ല, അല്ലാണ്ട് അതിലേ വരുന്നു വിചാരിച്ച് അവിടെ നിന്നിട്ട് അങ്ങനെ ഒരു ഓട്ടോ പോലും കണ്ടില്ല. പിന്നെ വീട്ടിൽ നിന്ന് കാറുമായിട്ട് അവർ വന്നിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഉച്ചക്കത്തെ ക്ലാസ് കഴിഞ്ഞു. ഇപ്പോൾ 4:45. അയ്യോ, ജനലടച്ചില്ല. അപ്പോൾ ഇനി 6 മണിക്ക് ക്ലാസ് ഉള്ളൂ. പക്ഷെ അപ്പോഴേക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയോ, കുറച്ച് കാര്യങ്ങൾ എഴുതി വയ്ക്കാനില്ല, ഇല്ലെങ്കിൽ ഞാൻ മറന്നു. ഇപ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്തെന്ന് വെച്ചാൽ നമ്മൾ പഠിപ്പിച്ച് വിടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കണം നിർബന്ധമില്ല. അവർ മറന്നിട്ടൊക്കെ വരും. അവരിലും മറവിയുള്ള ആളാണ് ഞാൻ ചിലപ്പം പഠിപ്പിച്ചിട്ട് ഇപ്പം പല സ്ഥലങ്ങളിലാണല്ലോ പോയി പഠിപ്പിക്കുക. അപ്പോഴേക്കും ഇവർ ചിലപ്പോൾ ഇവരെ ഏതാ പഠിപ്പിച്ചതെന്ന് ഞാൻ വിട്ടുപോകും. അതുകൊണ്ട് ഞാനിങ്ങനെ എഴുതി വയ്ക്കാറുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾ വന്നിട്ട് പഠിച്ചെന്താണെന്ന് ഓർക്കാണ്ടേ പുതിയ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എടുക്കണമെങ്കിൽ ഞാനും വിട്ടുപോയി അവരും വിട്ടുപോയാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതെല്ലാം ഇങ്ങനെ എഴുതി വയ്ക്കാറുണ്ട്. ഓരോ ദിവസം എടുത്തതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വയ്ക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ആ പിള്ളേർ വരുന്ന ഒരു സമയം കൊണ്ട് വേണം എനിക്കിതെല്ലാം ഒന്ന് റെഡിയാക്കി ഒന്ന് വയ്ക്കാം. ഓക്കെ, വൈകിട്ടത്തെ ക്ലാസ്സും കൂടി കഴിഞ്ഞപ്പോഴേക്ക് ഇന്ന് എനിക്ക് എടുക്കാനുണ്ടായിരുന്ന 3 ക്ലാസ്സുകളും കഴിഞ്ഞു. ക്ലാസ്സുകളും എൻ്റെ ഇന്നത്തെ ഒരു ദിവസമൊക്കെ നല്ല അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.